നടയാണ് നമുക്ക് നാളെ ഇറക്കണം. അമ്മ കൈപ്പത്തി ഫോട്ടോ എടുക്കണം. ഞാൻ സൂപ്പർ ഫാസ്റ്റായിട്ട് ഓടിയല്ലേ അവർക്ക് കൂടെ കൈപ്പത്തി കോട്ടിയാണ് സാർ. എന്തിനെന്ന് പറഞ്ഞു? സ്ഥാനാർത്ഥിയെ കണ്ടില്ലെന്ന് പറഞ്ഞു. എങ്ങനെ എല്ലായിടത്തും പറയണം, ഞാൻ കൂടെ ഉണ്ടാവും കേട്ടോ.
കണ്ണേണ്ണ చెవిరుగా 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 എല്ലാം നമ്മൾ താങ്കൾക്കില്ല.
വരണം, എല്ലാവരും വരണം. പ്രശാന്ത് അണ്ണ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കോ, അതൊന്ന് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കോ, ക്യാമറ വെക്കാന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓഡിയൻസ്. ബഹുമാന്യരെ, ചെമ്മരുതി പഞ്ചായത്ത്, ചെമ്മരുതി മുട്ടപ്പലം മണ്ഡലങ്ങളിലെ UDF പ്രവർത്തകരുടെ കൺവെൻഷനാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികൾ ഈ വേദിയിലേക്ക് കടന്നു പോകാൻ അഭ്യർത്ഥിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ BRM ഷഫീറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF ചെമ്മരുതി പഞ്ചായത്ത് തല കൺവെൻഷനാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഈ കൺവെൻഷനിൽ സംബന്ധിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ UDF പ്രവർത്തകരും ഈ യോഗ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ അറിയിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ബഹുമാന്യനായ കൊല്ലം പാർലമെന്റ് അംഗം ശ്രീ NK പ്രേമചന്ദ്രൻ MP ഇവിടെ എത്തിച്ചേരുകയും ഈ യോഗ നടപടികൾ ഉടനെ ആരംഭിക്കുന്നതുമാണ്. ഈ യോഗത്തിൽ ശ്രീ അടൂർ പ്രകാശ് MP ഉൾപ്പെടെയുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ അധ്യക്ഷൻ ശ്രീ നെയ്യാറ്റിക്കർ സനൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഉൾപ്പെടെയുള്ള വിവിധ UDF കമ്മിറ്റിയുടെ RSPയുടെ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നാസിമുദ്ദീൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ യോഗ നടപടി ആരംഭിക്കുകയാണ്. സാറേ എല്ലാവരും വരാൻ പറയണം സാർ. യോഗത്തിന്റെ അധ്യക്ഷനായി മുട്ടപ്പലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പനീർ രാജുവിനെ ക്ഷണിക്കുന്നു. DC സെക്രട്ടറി വിജയസാറാണ് പറയണത്. യോഗം ആരംഭിക്കുന്നതിന് മുന്നേ ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഈ യോഗം ആരംഭിക്കുന്നതിന് മുന്നേ നമ്മുടെ സജീവ പ്രവർത്തകരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും വളരെ കഷ്ടതകൾ അനുഭവിക്കുകയൊക്കെ ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടെ നിര്യാതനായ ശ്രീനിവാസപുരം കുന്നിൽ വീട്ടിൽ ശ്രീ രവീന്ദ്രൻ, യൂത്ത് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം ഭാരവാഹിയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയും ഒക്കെയായിരുന്നു ശ്രീ രവീന്ദ്രന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു നിമിഷം ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ചെമ്പരുതി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ GS പ്രശാന്തിനെ ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ മുട്ടമ്പലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പനയാർ രാജു, നമ്മുടെ ബഹുമാന്യ സ്ഥാനാർത്ഥി ശ്രീ BRM ഷബീർ, ബഹുമാന്യ നേതാക്കന്മാരെ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാരെയും മുഴുവൻ സഹപ്രവർത്തകരെയും മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ MP ഉടനെ എത്തിച്ചേരും. സ്ഥാനാർത്ഥിക്ക് ഒന്നിലധികം കൺവെൻഷനുകൾ ഉള്ളതുകൊണ്ട്, അല്പം തിരക്കുള്ളത് കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നോടിയായി ബഹുമാന്യ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് BRM ഷബീറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഷെരീഫല്ലേ, ഷഫീറല്ല, ഷഫീർ. സമാധാനായ അധ്യക്ഷൻ മുട്ടമ്പലം മണ്ഡലം കോൺഗ്രസ് ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ പനയറ രാജുചേട്ടൻ അവர்களെയും സ്വാഗതം പറഞ്ഞ ചെമ്മരിയുടെ മണ്ഡലം പ്രസിഡന്റ് GS പ്രശാന്ത് അവர்களെയും ഇവിടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്ന ഐക്യജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ മുഖവും നാവുമായ പ്രിയങ്കരൻ, മികച്ച ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പാർലമെന്റേറിയൻ ശ്രീ MK പ്രേമേന്ദ്രൻ MP അവர்களെയും ഇവിടെ ബഹുമാനായ വർക്കല ഗഹാർജി ഇവിടെ വരുന്നു, അനൂർ പ്രകാശ് സാർ ഇങ്ങോട്ട് വരുന്നു. ആശംസ അർപ്പിച്ചുകൊണ്ട് പ്രിയ നേതാക്കന്മാർ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാനി, RSPയുടെ പ്രിയപ്പെട്ട നേതാവും കൺവീനറുമായ ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, RSPയുടെ ചെമ്പരത്തി ശശികുമാർ, മുസ്ലിം ലീഗിന്റെ നസീമുദ്ദീൻ, ഡിസ്ട്രിക്ട് കോൺഗ്രസ് സെക്രട്ടറി, ദളിത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അപ്പുക്കുട്ടൻ വർക്കല, പ്രിയപ്പെട്ട നേതാവും DCC സമാധാനായ ജനറൽ സെക്രട്ടറിയും മുൻ പോളിടെക്നിക് പ്രിൻസിപ്പലുമായ ബഹുമാന സുരേൻ സാർ, പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അംബുദാസ്, പ്രിയപ്പെട്ട ചെയർമാൻ ധനവാരേട്ടൻ, എന്റെ പഞ്ചായത്ത് മെമ്പർമാരെ, സഹോദരന്മാരെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, സഹോദരങ്ങളെ, രാവിലെ മുതൽ ഇടവയിൽ കടപ്പുറം മുതൽ കല്ലും മണ്ണും താണ്ടി ഇടവയുടെ വിവിധ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ചെമ്മരുതി മണ്ഡലത്തിൽ മുഴുവനാളുകളോടും ഞാൻ എന്റെ ഹൃദയം കവർന്നുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പറയാനിരിക്കുന്നു. ചെമ്മരുതി പിടിച്ചു നിന്നാൽ ഐക്യജനാധിപത്യ പ്രവാസം മുന്നേറ്റുമെന്ന് ഇങ്ങോട്ട് പറയാനാഗ്രഹിക്കുക. നിങ്ങൾ പണക്കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ ഓർമ്മ. ഒരുപക്ഷേ ഒരു സ്ഥാനാർത്ഥി 10-20 ബോർഡ് ഒരുമിച്ച് കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് ഒരൊറ്റ ബോർഡേ ഉണ്ടാവുള്ളൂ. ഇതൊരു സ്ഥാനാർത്ഥി ഒരു ബൂത്തിൽ 300-400 പോസ്റ്ററുകൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 50 ഉണ്ടാവുള്ളൂ. ഇതൊരു സ്ഥാനാർത്ഥി പണത്തിന്റെ മേള കൊഴുപ്പുകൾ നടത്തുമ്പോ നിങ്ങൾ നിസ്സഹായരായി പോകുമായിരിക്കും. പക്ഷേ നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, 1977 ശേഷം ഇവിടെ നിങ്ങൾക്കറിയാം, കൊല്ലത്ത് നിന്നും ശ്രീ റഹീം സാറിനോട് മത്സരിക്കാൻ വേണ്ടി കടന്നു വന്നു. ബൂത്തിലിരിക്കാനാണില്ല, ഇന്ദിരാഗാന്ധിയുടെ കൈപ്പറ്റിക്ക് വേണ്ടി വോട്ട് പിടിക്കാനാണില്ല, സ്വീകരണം കൊടുക്കാനാണില്ല. റഹീം സാർ മുഴുവൻ സ്ഥലങ്ങളിലൂടെ കടന്നുപോയി. മാസമില്ലാതെ പ്രതിഫലം അഴിച്ചുവിട്ടു. ഞാൻ നിങ്ങളോട് പറയാനിരിക്കുകയാണ്, ആ തിരഞ്ഞെടുപ്പിൽ 1-2 ചെറുപ്പക്കാർ 1000 ചെറുപ്പക്കാരായി പരിണമിച്ചു. 1-2 ബൂത്തുകളുടെ സഹോദരങ്ങൾ 100 സഹോദരങ്ങളെ പോലെ ഉയർന്ന ഭൂമി, 10,000-കണക്കിന് പ്രവർത്തകന്മാർ, പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർ, കർഷകർ, കർഷക തൊഴിലാളികൾ, പാവങ്ങൾ അവർ ബൂത്തുകളിൽ പണിയെടുത്തു. ഇന്ദിരാഗാന്ധിയുടെ കൈപ്പറ്റി അന്ന് ജയിച്ചു വന്നു. ഞാൻ നിങ്ങളോട് പറയാനിരിക്കുകയാണ്, നിങ്ങൾ ഈ മേളം കണ്ടെന്ന് വരുന്നോണ്ട് കാര്യമില്ല. നമുക്ക് ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റും. കാരണം വർക്കല മണ്ഡലം ഇന്റർനാഷണൽ കോൺഗ്രസ് മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം കൈതെറ്റുപോലെ തണലത്തുന്നവർ താനേ മറന്നുപോയത് കൊണ്ട് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, തണലത്തുന്നവർ തനിയെ മറന്നുപോയത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഐക്യജനാധിപത്യം പരാജയപ്പെട്ടു പോയത്. ഈ തെരഞ്ഞെടുപ്പിൽ
ഈ തെരഞ്ഞെടുപ്പിലെ ജനസംഖ്യയുടെ മുമ്പിൽ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ജനാധിപത്യം ജയിക്കുമോ പണാധിപത്യം ജയിക്കുമോ ചോദ്യമാണ്. ജനാധിപത്യം ജയിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഐക്യ ജനാധിപത്യ മുന്നണി ചെമ്മരുതി ഉൾപ്പെടുന്ന വർക്കരമണ്ഡം ഭൂരിപക്ഷത്തോടെ തിരിച്ചു പിടിക്കും. അതല്ല കോടീശ്വരന്മാരുടെ മഴയായി വർക്കരമണ്ഡലം പണാധിപത്യത്തിൽ പണയം വെച്ചു പോയാൽ ഈ മണ്ണിൽ നമുക്ക് സാധ്യമല്ലാതെ പോകും. അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മനസ്സോടെ മുന്നോട്ട് പോകണം. കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റിന് പോലും നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഒരു സീറ്റ് പോലും ചോടിഞ്ഞ് ഫൈറ്റാണ് കേരളത്തിൽ. ഒരു സീറ്റിന് പോലും ഭരണം മാറുകയും മറിയുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം 2 സീറ്റിന്റെ പിൻബലത്തിൽ അധികാരത്തിൽ വരുമ്പോ ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി കൈവെക്കാൻ വർക്കലയിൽ നിന്ന് പ്രതിനിധി ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഇപ്രാവശ്യം ഒരു സീറ്റ് പോലും നിർണായകമാണ്. ഓരോ കോൺഗ്രസ് വോട്ടർമാരും കോൺഗ്രസ് എന്ന വികാരത്തോടെ വന്നിക്കണം. ആരൊക്കെ വന്ന് പ്രവർത്തനങ്ങൾ നടത്തിയാലും, ആരൊക്കെ വീട്ടിലേക്ക് രാത്രി ഇറങ്ങി വന്നാലും, ആരെല്ലാം എന്റെ സിംബോളജിക്കൽ അപ്രോച്ചുമായിട്ട് ആരെ കടന്നു വന്നാലും നിങ്ങൾ പറയണം, ഞങ്ങൾ അഭിമാനമുള്ളവരാണ്, ഞങ്ങൾ ഐക്യജനാധിപത്യത്തിന്റെ പ്രവർത്തകന്മാരാണ്, ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല, ഒട്ടുമുടക്കില്ല എന്ന് പറയാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. നമുക്ക് 5 കൊല്ലക്കാലം പിൻബലം ഉണ്ടായിരുന്നില്ല. എത്രയും കോൺഗ്രസ് വോട്ടർമാർ, എത്ര UDF വോട്ടർമാർ, എത്രയോ പാവപ്പെട്ട മക്കള്, കോൺഗ്രസിന്റെ പടി പിടിച്ച മക്കള്, കോൺഗ്രസിന്റെ പടി പിടിച്ച മക്കള്, ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ച മക്കള്, കോൺഗ്രസിന്റെ പൊന്നുമക്കള്, അവർ ഈ പാർട്ടിയുടെ പടി പിടിച്ചു വെച്ച കാരണത്താൽ എത്ര കേസുകൾ പ്രതികരിക്കപ്പെട്ടു, എത്ര പേർ ജയിലിലടക്കപ്പെട്ടു, എത്രയോ സഹോദരന്മാർക്കെതിരായി നിരവധി മാറണ്ടുകൾ, പോലീസ് അട്രോസിറ്റികൾ, കാക്കി ധരിച്ച കാട്ടാളന്മാർ ഇറങ്ങി. അങ്ങനെ ഭരണകൂട ഭീകരത ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ല കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മണ്ണാണ് വർക്കല. ഈ മണ്ണിലെ കോൺഗ്രസ്സുകാരുടെ ഐക്യജനാധിപത്യക്കാരോട് പറയാനുള്ളത്, 5 കൊല്ലക്കാലം അടിമകളെ പോലെ സഹിച്ചും പുറത്തുനിന്നവരുണ്ട്. നിങ്ങളുടെ മനസ്സകത്തിൽ വീർപ്പുമുട്ടുണ്ട്. പൊട്ടിത്തെറിക്കേണ്ട സന്ദർഭം ജനാധിപത്യത്തിന്റെ കളിയില്ല. നിങ്ങൾ ബൂത്തിലേക്ക് പോകണം. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത தெரியுമോ? ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് രഞ്ജുണ്ടായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ചെറിയൊരു വേൽക്കയുണ്ടായി. അഹങ്കാരികളായിട്ട് മാറി. കേരളത്തിലെ ചരിത്രത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു ശബ്ദസ്വരം ഉണ്ടാകും. അപ്പുറത്ത് CPM സഹാക്കന്മാർ, ലളിതമായി ജീവിക്കുന്ന സഹാക്കന്മാരുണ്ട്, പാവങ്ങളുടെ പാലം ചുമന്നിട്ട് ലഭിക്കുന്നവരുണ്ട്. എന്റെ ശബ്ദസ്വരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഹാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് തൊഴിൽ കിട്ടണ്ടേ? നിങ്ങളുടെ മക്കൾക്ക് PSC തൊഴിൽ കിട്ടണ്ടേ? നിങ്ങളുടെ മക്കളും പഠിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ മക്കൾക്കും തൊഴിൽ കിട്ടണ്ടേ? കേരളത്തില് തൃശൂർ ജില്ലയിൽ നിന്നും എന്ന് പറയുന്ന സഹോദരി ഒട്ടത്തിൽ കുട്ടിയുമായി തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിനുള്ള ഹജൂർ കച്ചേരിയുടെ നേതൃത്വം മുമ്പിലേക്ക് വന്നു. അവർ വിളിച്ചവർ പത്രക്കാരോട് വിളിച്ചവർ ഒന്നുകിൽ ജയിൽ തരും സർക്കാരെ, അല്ലെങ്കിൽ എനിക്ക് തൊഴിൽ തരും സർക്കാരെ. ഒന്നുകിൽ ജയിൽ അല്ലെങ്കിൽ തൊഴിൽ. ലയോടൊപ്പം മറ്റൊരു സഹോദരി ചേർന്ന് മുദ്രാവാക്യം വിളിച്ചു. മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ലയോട് പൊട്ടിക്കറിഞ്ഞു. മറ്റേ സഹോദരിയുമായി 2 പേരും ചേർന്ന് പൊട്ടിക്കറിയുന്ന ചിത്രം കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഹെട്ടിച്ചില്ല. സഹോദര, മധുര എന്നൊരു സ്ഥലമുണ്ട്. പുരാണത്തിൽ മധുരയുണ്ട്. ആദ്യകാല പൊട്ടാലയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്. മധുരാവലി കത്തിപ്പോയി. എങ്ങനെ അറിയോ ഐതിഹ്യം ചേച്ചി? മധുരാവലി കത്തിയത് കണ്ണകി ദേവിയുടെ ശാപമായിരുന്നു. കണ്ണകി ദേവി ശമിച്ചു, മധുരാവലി കത്തിയമർന്നു. സഹോദരങ്ങളെ, കമ്മ്യൂണിസ്റ്റുകളെ, നിങ്ങളോട് പറയാതിരിക്കുകയാണ്, 100 ലയമാർ PSCയുടെ റാങ്ക് ലിസ്റ്റുകളിൽ ജോലി കിട്ടാൻ വേണ്ടി കാത്തിരുന്നിട്ടും കിട്ടാത്തവർ, റാങ്ക് ലിസ്റ്റ് നീട്ടാതെ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിച്ചവർ, പ്രതീക്ഷ ശ്രമിച്ചവർ, കല്യാണം കഴിക്കാൻ പറ്റാത്തവർ, വീട് വെക്കാൻ പറ്റാത്തവർ, പയ്യന്മാരുടെ കല്യാണം വേണ്ടി ജോലി കിട്ടിയിട്ട് നടത്താൻ വേണ്ടി കാത്തിരുന്നവർ, 10,000 വരുന്ന പാവപ്പെട്ട മക്കള്, അവർക്കൊരു PSC ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ ഒരു പാർട്ടിയുടെ എംപിമാർ, ഒരു പാർട്ടിയുടെ മുൻഎംപിമാർ, ഒരു പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ, ഒരു പാർട്ടിയുടെ യൂത്ത് വിംഗിന്റെ നേതാക്കന്മാർ, അവരുടെ ഭാര്യമാർ, അവരുടെ കുട്ടികൾ പിൻവാതിലൂടെ നിയമനം നടത്തുമ്പോ നമുക്ക് പൊട്ടിത്തെറിക്കണ്ടേ കൂട്ടരെ? നമുക്ക് പ്രതിഷേധിക്കണ്ടേ? ആ പ്രതിഷേധമാണ് ജനകീയനായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹം പത്രക്കാരെ വിളിച്ചിട്ട് പറഞ്ഞേ, രാഷ്ട്രീയ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കൗണ്ടുള്ളതായി ശ്രീ ഉമ്മൻചാണ്ടി പറയാണ്, എന്റെ നെഞ്ചു പൊട്ടിക്കൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, 60 കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി പറയുകയാണ്,
കുറെ കുട്ടികൾ PSCയുടെ സമരം നടത്തി. അതിൽ കുറെ കുട്ടികൾ മുട്ടിക്കിടഞ്ഞു. താഴത്തെ കറുത്ത റോഡിൽ ഉച്ചം വെയിലത്ത് അവർ മുട്ടിക്കിടഞ്ഞുകൊണ്ട് അവർ പ്രകടനം നടത്തി. പലരുടെയും മുട്ടുപൊട്ടി ചോര വന്നു. അങ്ങനെ മുട്ടുപൊട്ടി ചോര വരുന്നതിലേക്കാണ് ഞാൻ കടന്നുപോയത്. ഒരു സഹോദരൻ ഇഴഞ്ഞു വന്ന് എന്റെ കാലിൽ കയറി പിടിച്ചു. കാലിൽ കയറി പിടിച്ചപ്പോ മോനെ എഴുന്നേൽക്കെന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേൽക്കുന്നില്ല. അയ്യോ എഴുന്നേൽക്കട. കൂടെ നിൽക്കുന്നവരെല്ലാവരും പറഞ്ഞു മോനെ എഴുന്നേൽക്ക്. ഉമ്മൻചാണ്ടി സാറിന്റെ കാലിൽ തൊട്ട് വേണ്ടിയിട്ട് എഴുന്നേൽക്കട എന്ന് പറഞ്ഞപ്പോ അവൻ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ കാൽപാദത്തിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ കുറവിക്കൊണ്ട് അവൻ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് എന്നിട്ട് പറഞ്ഞോ. കുറെ കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി പറയുകയാണ്, എന്റെ കാല് പൊള്ളാൻ തുടങ്ങി. ആ മുട്ടിക്കിടഞ്ഞു വന്ന PSC റാങ്ക് ഹോൾഡേഴ്സിലെ പ്രിയപ്പെട്ട പൊന്നുമോഹന്റെ അവന്റെ കരച്ചിലിൽ നിന്നും അവന്റെ കണ്ണുനീരിന്റെ പാദത്തിലേക്ക് തെറിച്ചു വീണപ്പോ ആ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ ചെറുപ്പക്കാരന്റെ ചുടു കണ്ണുനീരന്റെ കാലിൽ വീണപ്പോ എന്റെ കാല് പൊള്ളിപ്പോയി. ഉമ്മൻചാണ്ടി പറഞ്ഞതാ പറഞ്ഞുകൊണ്ടിരുന്നു. നമുക്ക് തിരിച്ചൊടുക്കണ്ടേ? എന്റെ സംഗമപ്രവർത്തകർക്കും പാർട്ടിയിലെ സഹയാത്രികന്മാർ സഖാക്കൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. സഖാക്കളെ, ഈ സമരം, ഈ രാഷ്ട്രീയം, ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ പാവപ്പെട്ടവന്റെ മക്കൾക്ക് PSCയുടെ തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമരമുഖമെന്ന് ഈ തെരഞ്ഞെടുപ്പ് മുഖമെന്ന് ഞാൻ നടത്തിക്കാൻ നോക്കുകയാണ്. നമുക്കറിയാം, ഇത് കടലിന്റെ നാടല്ലേ. വെട്ടൂരും ചിലക്കൂരും ഇടവയും കടലിന്റെ നാടല്ലേ. കടലിന്റെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകൾ പറയാറുണ്ട്, ഞങ്ങൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പാർട്ടിയാണ്, ഞങ്ങൾ സാധാരണക്കാരനാന്റെ പാർട്ടിയാണ്, വലപിടിക്കുന്നവന്റെ പാർട്ടി, മത്സ്യമുടക്കുന്നവന്റെ പാർട്ടി, അങ്ങനെയുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരെല്ലാം കാലഘട്ടത്തിൽ പറയുമായിരുന്നു അമേരിക്ക സാമ്രാജ്യത്വം, അമേരിക്ക മുതലാളിത്വം, ബൂർഷ്വാസികളെ നിങ്ങൾ തുലഞ്ഞു കൊണ്ടാകട്ടെ അവർ പ്രസംഗിച്ചതാണ്. എന്നാൽ അമേരിക്കൻ കമ്പനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, അതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിലെ കടല് വിൽക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട കടല് വിൽക്കാൻ പിണറായി എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി നിങ്ങളെ ആര് ചുമതലപ്പെടുത്തി? ഞങ്ങളുടെ കടലിന്റെ മക്കളുടെ കടല് വിൽക്കാൻ. ഞങ്ങളുടെ കടല്, ഞങ്ങളുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പെണ്ണുമക്കളുടെ കടല്, ആ കടല് വിൽക്കാൻ ഒരു കമ്പനിയെയും അനുവദിക്കുന്ന പ്രശ്നമല്ല എന്ന് കേരളത്തിലെ പിണറായി ഓർമ്മിപ്പിക്കുന്നതിനൊപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദ്യം ഉന്നയിക്കട്ടെ. കേരളത്തിൽ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തല കേരളത്തിൽ ആഭ്യന്തരമന്ത്രി എന്ന് കരുതുക, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ശിവശങ്കർ എന്ന് കരുതുക, 10ാം ക്ലാസ് പാസ്സാവാത്തവൻ എല്ലാം അടക്കി ഭരിക്കുന്നു എന്ന് കരുതുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്യുന്നു കരുതുക, റാക്കറ്റുകൾ, സവാലുകൾ, അങ്ങനെ അങ്ങനെ എല്ലാം തകർത്തുകൊണ്ട് ആരെങ്കിലും ആടിത്തിമർക്കുന്നു എന്ന് കരുതുക. ഈ ചെമ്മരുതിയിലെ പാവം കമ്മ്യൂണിസ്റ്റുകളുണ്ടല്ലോ, ചെമ്മരുതിയിലെ വീര്യമുള്ള കമ്മ്യൂണിസ്റ്റുകളുണ്ടല്ലോ, ആ കമ്മ്യൂണിസ്റ്റുകൾ ഈ പാർട്ടിയെ പിന്നെ വെച്ചേക്കുമായിരുന്നു. നമ്മുടെ കാലത്തായിരുന്നെങ്കിൽ അവർ ഈ പാർട്ടിയെ മുന്നണിയെ വെച്ചേക്കുമായിരുന്നു. ചോദ്യം നിങ്ങളോടാണ്. എന്റെ ചോദ്യം, രമേശ് ചെന്നിത്തലയ്ക്ക് 2 മക്കളുണ്ട്. ഒരാൾ IAS കാരനാണ്, ഒരാൾ ഡോക്ടറാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മോൻ ചെയ്തതുപോലെ രമേശ് ചെന്നിത്തലയുടെ പൊന്നുമോൻ 150 കോടി രൂപയുടെ മയക്കുമരുന്ന് ഇടപാടിൽ പിടിക്കപ്പെട്ട് ബാംഗ്ലൂരിൽ അധിഹാര ജയിലിൽ കിടന്നിരുന്നുവെങ്കിൽ, രമേശ് ചെന്നിത്തലയുടെ മോനാണ് കിടന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കോൺഗ്രസിനെ വെച്ചേക്കുമായിരുന്നോ? ഞാൻ ചോദ്യം ഉന്നയിക്കുകയാണ്. വർഗീയതയുടെ വിടുതലമായി ഈ നാടിനെ മാറ്റിമറിക്കുവാൻ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമായി വരുന്നവരോട് ഇപ്പൊ നിങ്ങൾ പഠിച്ചുവല്ലേ? ആറ്റിങ്ങലിൽ വർക്കല മണ്ഡലത്തിൽ 4100 കള്ളവോട്ട്, ഡബിൾ വോട്ട്. എല്ലാ കാലഘട്ടത്തിലും ഇവിടെ ജയിക്കണമെന്നറിയോ? യഥാർത്ഥത്തില് എല്ലാ തെരഞ്ഞെടുപ്പുകളും പാർലമെന്റ് നമ്മൾ ജയിച്ചതാണ്. 45,000 കള്ളവോട്ടുകൾ അടൂർ പ്രകാശന്റെ കാരുണ്യത്തിന് ഉടമയായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ആശാനായ അടൂർ പ്രകാശ് കണ്ടെത്തി വെട്ടിയെറിഞ്ഞു. നമ്മൾ ജയിച്ചു വന്നു. ഈ വർക്കലയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ, ജനാധിപത്യത്തെ തോൽപ്പിക്കാൻ 4400 കള്ളവോട്ടുകൾ, ഡബിൾ വോട്ടുകൾ രമേശ് ചെന്നിത്തലയുടെ പോരാട്ടത്തിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ്. ബൂത്തിലിറങ്ങുന്ന പ്രവർത്തകരെ നിങ്ങൾ ജാഗരൂകരായി മുന്നോട്ട് വരും. സഹോദരങ്ങളെ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താണ്? ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഞാൻ പരസ്യമായി പറയുകയാണ്. ഇത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള യുദ്ധമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചാൽ അമ്പലങ്ങളിൽ ആക്ടിവിസ്റ്റുകൾ കയറി നിരങ്ങാൻ അനുവദിക്കില്ല. ആരെങ്കിലും നിരങ്ങണമെന്നാൽ 2 കൊല്ലക്കാലം അകത്തിടാനുള്ള ശബരിമല നിയമം
അതിന്റെ കരട് പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ്, തെക്കുവെക്കുകയാണ്. എന്റെ ചോദ്യം പത്രക്കാരിൽ നിൽപ്പുണ്ടെന്ന് നിങ്ങൾ ചോദിക്കും. പത്രക്കാരോട് ലൈവുകാരോട് ചോദ്യം, ആ പൊന്നമ്പലത്തിലെ ശബരീശന്റെ പൊന്നമ്പലത്തിലേക്ക് ആക്ടിവിസ്റ്റുകളെ നിർമ്മാണം വരുന്നതിന് തൊട്ട് മുമ്പ് രാത്രി 3 മണിക്ക് ട്രാക്ടറിൽ കൊണ്ടുവന്ന് കയറ്റി ഇരുമുടിക്കെട്ടില്ലാതെ ആക്ടിവിസ്റ്റുകൾ ഭഗവാന്റെ മുമ്പിലേക്ക് എഴുന്നള്ളിച്ച് നിങ്ങൾ കൊണ്ടുവന്നില്ലേ? നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ സംസ്കാരത്തിനെതിരായി പ്രവർത്തിയില്ലേ? നിങ്ങൾ മതിൽ കെട്ടിയില്ലേ? നിങ്ങൾ വിശ്വാസധാരയെ വെല്ലുവിളിച്ചില്ലേ? അന്ന് മതിൽ കെട്ടാൻ പോയവർ 2 പേരാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളായി വന്നിരിക്കുന്നത്. 3 പ്രമുഖരായ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഞാൻ ഉൾപ്പെടെ. ഞാൻ എന്റെ സഹോദരന്മാരോട് ഹൃദയത്തിൽ കൈവച്ച് പറയാണ്, ശബരിമലയിൽ ആക്ടിവിസ്റ്റുകളെ കയറ്റി നിരക്കിയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് മതിൽ കെട്ടാൻ നടന്നവരുടെ കൂട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വർക്കലയുടെ സ്ഥാനാർത്ഥിയില്ല. അപ്പുറത്ത് നിൽക്കുന്ന 2 പേരും മതിൽ കെട്ടി തകർക്കാനുള്ളവരാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനിരിക്കുകയാണ്. എനിക്കറിയാമായിരുന്നു പ്രസംഗം നടത്തിയ എനിക്ക് കോൺഗ്രസ് മന്ത്രിയാണ് ഞാൻ. എന്തുകൊണ്ടാണ് മറ്റൊരു വിശ്വാസധാരയിൽപ്പെട്ട ആളായിട്ടും എന്തുകൊണ്ട് ശബരിമലയിലേക്ക് കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി? ഒറ്റ ഉത്തരവാണ്, ഞാൻ കോൺഗ്രസ് ആണ്. 1986 ഈ പ്രശ്നം ഉണ്ടായി. അന്ന് ശരീരത്തായിരുന്നു പ്രശ്നം. ശരീരത്തിന്റെ പ്രശ്നം കത്തിൽ നിന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളോടൊപ്പം ഇന്ദിരാഗാന്ധിയുടെ പെണ്ണുമോൻ രാജീവ് ഗാന്ധി നിലപാടെടുത്തിട്ട് പറഞ്ഞ വിശ്വാസികളോടൊപ്പം അന്ന് രാജീവ് ഗാന്ധിയെ കളിയാക്കി. 1998 സുവിശേഷ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് തർക്കമുണ്ടായി. ഞങ്ങൾ വിശ്വാസത്തോടൊപ്പം നിലപാടെടുത്തു. ഇപ്പോൾ ശബരിമലയുടെ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ നിലപാട് കൃത്യമല്ലേ? എന്താണ് മിസ്റ്റർ പിണറായി ഇങ്ങനെ പറഞ്ഞത്? എന്തേ കടകംപള്ളി ഇങ്ങനെ പറഞ്ഞത്? കടകംപള്ളി പറയാ, ഒരു വോട്ടിന് വേണ്ടിയും ഞങ്ങൾ നിലപാട് മാറ്റില്ല കേട്ടോ. തൃശ്ശൂരിലെ തേക്കൻകാരയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി പറഞ്ഞ പ്രസംഗമുണ്ട്. കോൺഗ്രസേ, നിങ്ങൾ തിരിഞ്ഞടക്കല്ലേ കോൺഗ്രസേ, കൊടി പിടിക്കാത്ത RSS. കോൺഗ്രസിനെ പറയാണ്, കോൺഗ്രസ് നേതാക്കന്മാരെ പറഞ്ഞതാണ് കൊടി പിടിക്കാത്ത RSS. എന്നിട്ട് പറയാണ്, നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും. കോൺഗ്രസ് UDF മതങ്ങളിലേക്ക് പടരുമ്പോ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ മനുഷ്യരിലേക്ക് പടരും. ഇവിടെ ഇപ്പൊ കടകംപള്ളി മാപ്പ് പറയാണ്. കടകംപള്ളി സുരേന്ദ്രൻ മാപ്പ് പറയുമ്പോ ഇപ്പോ 10 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇപ്പൊ ശബരിമല കൊള്ളാമല്ലേ സഖാക്കളെ? ഇപ്പൊ നിങ്ങൾക്ക് ശബരിമല വേണമല്ലേ? അന്നും ഇന്നും എന്നും ഞങ്ങളുടെ നിലപാട് സുനിശ്ചിതമാണ്, വിശ്വാസ സംരക്ഷണത്തോടൊപ്പമാണ് ഐക്യജനാധിപത്യം വേണ്ടി. നിങ്ങൾക്കറിയോ, ശബരിമല ശാസ്ത്രാവിന്റെ പണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഏവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ്, ലോകത്തൊരിടത്ത് മാത്രമേ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ ഭാവമുള്ളൂ. നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ ഭാവം എന്താണെന്ന് സുപ്രീം കോടതിയിൽ പറയാൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ പറഞ്ഞില്ല. സംസ്ഥാന സർക്കാരിന്റെ വക്കീൽ ജയദീപ് ഗുപ്ത എഴുന്നേറ്റ് നിന്നപ്പോ മുൻ ദേവസ്വം ബോർഡ് ചെയർമാൻ പ്രയാർ ഗോപാലകൃഷ്ണൻ കൊടുത്തവിടെ വീട്ടിൽ പറയുന്നു, ഈ സ്വാമി മറ്റൊരു സ്വാമിയാണ്. ആര്യങ്കാവിൽ അയ്യപ്പനല്ല ഈ അയ്യപ്പൻ. അതുപോലെ തന്നെ അച്ചൻകോവിൽ അയ്യപ്പനുമായിട്ട് സാമ്യമില്ല. ഇത് മറ്റൊരു നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന്റെ ഭാഗമാണ്. അതൊന്ന് സുപ്രീം കോടതിയിൽ പറയണമെന്ന് പറഞ്ഞപ്പോ അത് പറയാതെ ഉമ്മൻചാണ്ടി കൊടുത്ത അഭിനവത്തിൽ വലിച്ചു കളഞ്ഞിട്ട് ആർക്കും കയറാമെന്ന് എഴുതി വെച്ചവർ ഇന്ന് മാപ്പ് പറയാൻ തയ്യാറാകുമോ? എന്റെ ചോദ്യമാണ്. മാപ്പ് പറയുമോ? എനിക്കറിയാം, 18 പണികളെ കുറിച്ച് ഞാൻ നടത്തിയ പ്രസംഗം യൂട്യൂബിലുണ്ട്. കേട്ടോ? എല്ലാവരും കേട്ടോ? 18 പണികളെ കുറിച്ച് ഞാൻ നടത്തിയ പ്രസംഗം യൂട്യൂബിലുണ്ട്, എടുത്ത് നോക്കണം. വെറും പണിയല്ല, 18 മലകളെയാണ് 18 പണികൾ. 18 പണിയുടെ മുമ്പിലേക്ക് ഇരുമുടിക്കെട്ടും നിറച്ചുകൊണ്ട് നൈത്യങ്ങളുമായിട്ടൊരു ഭക്തൻ കടന്നു വരികയാണ്. 40 ദിവസത്തെ കഠിനമായ വ്രതത്തിലൂടെ ഭക്തൻ കടന്നു വന്നാൽ കടന്നു വരുന്ന ഭക്തൻ അവന്റെ ശരീരം ഒരു തേങ്ങ പോലെയാണ്. അതിനെന്താണ് നെയ്യ് നിറയ്ക്കുന്നത്? എന്താണ് തേങ്ങയുടെ പ്രത്യേകത? ചിരട്ടയും അകത്ത് പരിപ്പുണ്ട്. മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? അത് സ്ഥൂലമായ ശരീരമുണ്ട്, അകത്ത് ആത്മാവ് ഉൾക്കൊള്ളുന്ന സൂക്ഷ്മമായ ശരീരവുമുണ്ട്. തേങ്ങ പോലെയാണ്. എന്തുകൊണ്ട് തേങ്ങയിൽ നെയ്യ് നിറക്കുന്നു? ചോദ്യം. അത് മനുഷ്യന്റെ ആത്മാവും മനുഷ്യന്റെ ശരീരവും ഒന്നാകുന്ന സങ്കല്പമാണ്. അത് ആയിക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരീരത്തെ തന്നെ സമർപ്പിക്കുക എന്നാണ് അർത്ഥം. ഒന്നാമത്തെ പടി ഒരു ഭക്തൻ ചവിട്ടുമ്പോ ഇപ്പൊ പോലീസുകാർ ഇങ്ങനെ എടുത്തെറിയല്ലേ? ഒന്നാമത്തെ പടിയിൽ 5ാമത്തെ പടിയിലേക്ക് പോലീസുകാർ എടുത്തെറിയുകയാണ്. അറിയാൻ പാടില്ല. അതിന്റെ നിലപാട് ഇങ്ങനെയാണ്.
ഒന്നാമത്തെ പടിയിൽ ഒരു ഭക്തൻ ചവിട്ടുമ്പോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ണുകൾ കൊണ്ടുണ്ടാകുന്ന പാപങ്ങൾ അവിടെ വീഴുന്നു. രണ്ടാമത്തെ പടിയിൽ ചെവി കൊണ്ടുണ്ടാകുന്ന പാപം, മൂന്നാമത്തെ പടിയിൽ നാവ് കൊണ്ടുണ്ടാകുന്ന പാപം, നാലാമത്തെ പടിയിൽ അവന്റെ ശ്വാസനാള മൂക്ക് കൊണ്ടുണ്ടാകുന്ന പാപം, അഞ്ചാമത്തെ പടിയിൽ തൊക്ക് കൊണ്ടുണ്ടാകുന്ന സ്പർശന പാപങ്ങൾ അവിടെ വീഴുന്നു എന്നാണ് സങ്കല്പം. വെറും പടിയല്ല, 5 പടികൾ പഞ്ചേന്ദ്രിയങ്ങളെ കുറിക്കുകയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള പാപങ്ങൾ 5 പടികൾ ചവിട്ടുമ്പോൾ തീരുന്നു എന്ന് പഠിച്ചവരാണ് നമ്മൾ. 6ാമത്തെ പടി മുതൽ അഷ്ടരാഗങ്ങൾ ആരംഭിക്കുകയാണ്. എന്താണ് അഷ്ടരാഗം? അഷ്ടരാഗത്തെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകൾക്ക് അറിയോ? അഷ്ടരാഗം എന്ന് പറഞ്ഞാൽ അഷ്ട സ്വഭാവമാണ്. അതെന്താണ്? 6ാമത്തെ പടി മുതൽ പഠിക്കണം. ഒരു ഭക്തൻ 6ാമത്തെ പടിയിലേക്ക് കയറുമ്പോ കാമം, ക്രോധം, മോഹം, മതം, മാത്സര്യം, ഡംബ്, അസൂയ എല്ലാം ഇടുകയാണ്. 6ാമത്തെ പടിയിൽ കാമവും, 7ാമത്തെ പടിയിൽ മോഹവും, 8ാമത്തെ പടിയിൽ ലോഭവും, 9ാമത്തെ പടിയിൽ ക്രോധവും. അങ്ങനെ അഷ്ടരാഗങ്ങൾ ആരംഭിക്കുകയാണ്. കാമം, മോഹം, ലോഭം, മതം, മാത്സര്യം, ഡംബ്, അസൂയ. എത്രയായി? 8 എത്രയായി? 13. 16ാമത്തെ പടിയിലേക്ക് കയറുമ്പോൾ ഗുണങ്ങൾ ആരംഭിക്കുന്നു. 3 ഗുണങ്ങളാണ്. സത്യഗുണം, തമോ ഗുണം, വിജയ ഗുണം. 3 ഗുണങ്ങളെയും അവൻ മറികടക്കുകയാണ്. 17ാമത്തെ പടി അവൻ അവിദ്യയെ മറികടക്കും. 17ാമത്തെ പടി ഒരുമിട്ട് നിൽക്കണം. 18ാമത്തെ പടിയിൽ അവൻ വിദ്യയെയും മറികടക്കും. പിന്നെ അവൻ മനുഷ്യനല്ല, പഞ്ഞിക്കെട്ടാണ്, വെറും പഞ്ഞിക്കെട്ട്. അവൻ പിന്നെ ഭഗവാന് തുല്യമാകുകയാണ്. അവനെങ്ങനെ 18ാമത്തെ പടിയിൽ കയറിയിട്ട് മുകളിലേക്ക് നോക്കുമ്പോ ഭഗവാൻ എഴുതി വച്ചിരിക്കുകയാണ്, തത്വമസീഹി, നീ ആരെ തിരഞ്ഞു വന്നോ നീ തന്നെയാണ്. അതുകൊണ്ടാണ് ലോകത്തൊരിടത്ത് മാത്രമേ ഒരു ഭക്തനെ അവിടുത്തെ പ്രതിഷ്ഠയോട് പേര് ചൊല്ലി ഉപയോഗിക്കുന്ന ഒറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഉണ്ടോ? ഇവിടെ നിന്ന് കയറി പോകുന്നതും അയ്യപ്പൻ, ഇരിക്കുന്നതും അയ്യപ്പൻ. അവിടെയല്ലേ ആക്ടിവിസ്റ്റുകൾ നിങ്ങൾ കയറ്റി നിരക്കിയത്? സഹോദര, ഇടതുപക്ഷത്തിന്റെ സഹയാത്രിക സഹാവേ, എനിക്കെതിരെ വല്ലാതെ നിങ്ങൾ ഡ്രോളുന്നുണ്ടല്ലോ. എന്റെ ഭാര്യയുടെ വീടിനടുത്തേക്ക് പോകുന്ന വരുന്ന വഴിയിൽ, ഒരു ഇടവഴിയിൽ ഞാൻ കൊണ്ടുവന്നൊരു വക്കീലിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്റെ വക്കീലിന്റെ വീട് തന്നെ അപ്രധാനമാണ്. എന്റെ ഭാര്യ ഗൃഹത്തിലേക്ക് പോകുന്ന വഴി ഞാൻ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിന്റെ തൊട്ടടുത്ത് വേറൊരു സഹോദരിയുടെ വീടുണ്ട്. ഞാനുമായിട്ട് ബന്ധമില്ല. അത് എന്റെ വീടാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഫോട്ടോ സ്റ്റാർട്ട് എടുത്തിട്ട് ജോയി കൊടുക്കുകയാണ്. ജോയി ഒരു സ്ഥാനാർത്ഥി, എതിർ സ്ഥാനാർത്ഥിയുടെ വീടാണെന്ന് പറഞ്ഞ് കണ്ടവന്റെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നു. നാളമില്ലേ മിസ്റ്റർ ജോയി? നിങ്ങൾക്കിത് പറയാൻ, ഇത് നിങ്ങൾ കാണിക്കാൻ പാടുണ്ടോ? നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ ചിലപ്പോൾ കോടതിയിൽ പോകേണ്ട വക്കീലായിരിക്കില്ല. 16 കൊല്ലമായി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കോടതികളിൽ അഭിഭാഷകന്റെ കൗൺ വിട്ടുകൊണ്ട് പടപോരാട്ടം നടത്തിയവരാണ്. നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി BRM ഷഫീർ എന്ന് ജോയി മറന്നു പോകരുത്. കോടതി കേസ് നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോംപ്രമൈസ് ചെയ്യുന്നവരല്ല BRM ഷഫീർ. മറന്നു പോകേണ്ട മിസ്റ്റർ ജോയി. നിങ്ങൾ എനിക്കെതിരെ ബോധം പറയുന്നവരുണ്ട് കേട്ടോ. എന്റെ സ്വത്ത് വിവരങ്ങളെല്ലാം എന്റെ അപകടത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് എത്ര ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കണോ? 4-5 ചിട്ടി അക്കൗണ്ടുകളിലായി എന്റെ ബാധ്യതകൾ, എന്റെ കുടുംബത്തിന്റെ ബാധ്യതകൾ, എന്റെ സഹോദരിമാർക്ക് വീട് വെക്കാൻ വേണ്ടി വാങ്ങിയ ബാധ്യതകൾ, അവരെ കെട്ടിക്കാൻ വേണ്ടി വാങ്ങിയ ലക്ഷങ്ങളുടെ ബാധ്യതകൾ, ചിട്ടികളുടെ കടമായി കിടപ്പുണ്ട്. 45 ലക്ഷത്തിലേറെയായി. ജോയി എടുത്ത് നോക്ക്. എനിക്കൊരു സെന്റ് സ്ഥലമുണ്ടോ എന്ന് നിങ്ങൾ നോക്ക്. എനിക്ക് എന്റെ വാഹനമുണ്ടോ നിങ്ങൾ നോക്ക്. എന്റെ നിലപാടുണ്ടോ നോക്ക്. തുറന്ന പുസ്തകമാണ് ജോയി. ഞാൻ ടോൾ പിരിവുകാരനല്ല ജോയി. ഞാൻ പാവങ്ങളുടെ പുറത്തുള്ളവനായി 1 രൂപയ്ക്ക് കേസ് കൊടുക്കുന്ന വക്കീലാണ് മിസ്റ്റർ ജോയി. മറന്നു പോകരുതെങ്കിൽ പോരാട്ടമാണ്. കോടീശ്വരന്മാർക്കെതിരായ പോരാട്ടം. ഞാൻ ഈ മണ്ണിൽ പാവങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങൾ ലക്ഷങ്ങളെ കൊണ്ട് വന്നാൽ ഞാൻ ലക്ഷങ്ങളായ പാവങ്ങളെ ഇവിടെ എടുത്ത് അതിലെത്തും. നിങ്ങൾ 1000 ബോർഡ് വെച്ചാൽ ഞാൻ 1000 പാവങ്ങളെ ഇറക്കി നിർത്തും. ഇത് പാവപ്പെട്ടവനും കോടീശ്വരന്മാരും തമ്മിലുള്ള യുദ്ധമാണ് എന്ന് ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പലരും ചോദിച്ചു, എന്തേ ഫ്ലക്സുകൾ കുറവാണല്ലോ, ബോർഡുകൾ കുറവാണല്ലോ, പോസ്റ്റർ കുറവാണല്ലോ. മറുപടി മൗനമാണ്. നിങ്ങൾക്ക് രംഗത്ത് എന്ത് വേണമെങ്കിലും അർത്ഥവത്താക്കാം. സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്ഥാനാർത്ഥിമാരായി മാറിയിരിക്കുന്നു. ഞാൻ എന്ത് കടന്നു വരുമ്പോ എത്രയോ പൊന്നുമക്കൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാര്,
തൊഴിലാളികൾ കക്കവാരിന്റെ ഒരു മത്സ്യത്തൊഴിലാളികളോട് പണം എടുത്തുകൊണ്ട് ബോർഡ് വെക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് മറുപടി പറയാൻ കഴിയുക? എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ കഴിയുക? കാരണം ഞാൻ എന്നെ തന്നെ ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ജോയി പറയാണ് നാട്ടുകാരനല്ലോ. ജോയി നാട്ടുകാരനാ? ജോയി വർക്കലക്കാരനല്ലോ. ആദ്യം ജോയി വർക്കലക്കാരനാവട്ടെ, എന്നിട്ട് പോലെ ബീഹാർ ഷമീറിന്റെ നാട് തിരക്കാൻ. ചിറയൻകീഴും നെടുമങ്ങാടും തമ്മിൽ 9 കിലോമീറ്റർ വ്യത്യാസമുള്ള ജോയി. അത് ഞാൻ ഓടി തീർത്തോളാം കേട്ടോ. ഞാൻ ഈ മണ്ണിൽ താമസിക്കും, ഈ മണ്ണിൽ എന്റെ മക്കളുമായിട്ട് വരും. എനിക്കൊരു സെന്റ് സ്ഥലം വാങ്ങണം, ഇവിടെ വാങ്ങും, ഇവിടെ ജീവിക്കും. ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാരുടെയും ഉമ്മമാരുടെയും പൊന്നു മോനായി ഇവിടെ ജീവിക്കും. ഒരു തലക്കരവും ഞാൻ കാണിക്കൂല, ഒരു മുതലാളിയും സമയൂല, ഒരു പണാധിപത്യത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെ ഒരു മുതലാളിമാരെ പുറകെ ഞാൻ ഓടൂല. ഇവിടെ ഉണ്ടാവും. പാവങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കും. എന്റെ അമ്മമാരുടെ കാര്യത്തിൽ വന്നാൽ നിങ്ങളെ ഞാൻ തള്ളിക്കളയൂടെ കേട്ടോ. എന്റെ പൊന്നുമക്കൾ സഹോദരന്മാർ കോൺഗ്രസ്സുകാർ UDF വന്നാൽ ആട്ടി ഓടിക്കില്ല കേട്ടോ. ഏത് രാത്രിയും നിങ്ങൾ വിളിച്ചാൽ ഞാൻ പുറത്തു വരും. മാതൃകയായി ഞങ്ങളുടെ മുമ്പിലുണ്ടാകും. കാരണം ഏറ്റവും അടിത്തട്ടിൽ നിന്നും ഒരു പാർട്ടി ഇത്രമാത്രം വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ വേറെയില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികൾ PV അൻവർ എന്ന സ്വർണ്ണ മുതലാളിമാർക്ക് സീറ്റ് കൊടുക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ സ്വതന്ത്ര വേഷത്തിൽ കോടീശ്വരന്മാർ അണിനിരത്തുമ്പോ രമ്യ ഹരിദാസുമാർക്ക് സീറ്റ് കൊടുക്കാൻ, എന്നെ പോലുള്ള ലളിതമായി ജീവിക്കുന്നവർക്ക് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസിനെ കഴിയുള്ളൂ. കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് നേടാൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും പറയണം കേട്ടോ. ചെമ്മരുതി ചലിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെങ്കോട്ട തകർന്നു വീഴും. നിങ്ങൾ എല്ലാവരും പോകണം. ഒരുപാട് പേരൊന്നും പറഞ്ഞില്ല, അവര് 100 പേര് പോകുന്ന കണ്ടുകൊണ്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. നിങ്ങൾ ഈ സഹോദരങ്ങളെ വീട്ടിലെത്തിക്കൂ. അവിടെ കുറച്ചു നേരം ഇരിക്കണം, അമ്മമാരോട് സംവദിക്കണം. കോൺഗ്രസ് വോട്ടുകളിലേക്ക് അവർ കയറും. അതുകൊണ്ട് കോൺഗ്രസ് അവഗണിക്കരുത്, അവിടെ ഇരിക്കണം. കമ്മ്യൂണിസ്റ്റുകാരോട് പറയണം, ജീവിതം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ് ഐക്യജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥി. കമ്മ്യൂണിസ്റ്റുകാരോട് പറയണം, നിങ്ങൾ രണ്ടുപേരെയും താരതമ്യം ചെയ്ത് പറയണം, രാഷ്ട്രീയം പറയണം. അങ്ങനെ ബൂത്തിൽ ഓരോ ബൂത്തിൽ പറയണം. അങ്ങനെ ഇറങ്ങിയാൽ ചെമ്മരുതിയിൽ നമുക്ക് ജയിച്ചു വരാം. നിങ്ങൾ ഇറങ്ങില്ലേ? നിങ്ങൾ എല്ലാവരും ബൂത്തിലിറങ്ങില്ലേ? ബൂത്തിലിറങ്ങോ? എല്ലാവരും അവരുടെ ബൂത്തിലിറങ്ങി വോട്ട് പിടിക്കണോ? റോഡ് ഷോ വേണ്ട കേട്ടോ, പ്രകടനങ്ങൾ വേണ്ട കേട്ടോ, ബൈക്ക് റേസിംഗുകൾ വേണ്ട കേട്ടോ, വല്ലാത്ത ശക്തിപ്രകടനങ്ങൾ വേണ്ട കേട്ടോ. നമുക്ക് വേണ്ടത് ബൂത്തിലേക്ക് പോകണം. കൊച്ചു കൊച്ചു സംഘങ്ങളായി നിങ്ങൾ തിരിയണം. 10, 20, 30 പേർ പല പല സംഘങ്ങളായി പല പല വീടുകളിലേക്ക് ഇറങ്ങണം. അവരോട് പറയണം കോൺഗ്രസിനെ കുറിച്ച്, UDF കുറിച്ച്, നമ്മൾ വരേണ്ട ആവശ്യകതയെ കുറിച്ച് നിങ്ങൾ പറയണം. നമ്മൾ അധികാരത്തിൽ വന്നാൽ 6000 രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് വിട്ടുകൊടുക്കുമെന്ന് നിങ്ങൾ വീട്ടിൽ പറയണം. ന്യായ് എന്ന് പറയണം. നമ്മൾ അധികാരത്തിൽ വന്നാൽ പാവപ്പെട്ടവനും ആശുപത്രികളിൽ ബില്ല് കൊടുക്കേണ്ട, സർക്കാർ കൊടുക്കുന്ന ബിൽ ഹോസ്പിറ്റൽ ഉണ്ടാവുമെന്ന് പറയണം. 100 രൂപയുടെ 100 യൂണിറ്റ് വൈദ്യുതി സൗജന്യമെന്ന് പറയണം. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പെട്രോളിന് സബ്സിഡി ഉണ്ടെന്ന് പറയണം. പെട്രോളിന് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സബ്സിഡി. സാധുക്കളുടെ മക്കളെ പഠിപ്പിക്കാൻ, MBBS വരെ പഠിപ്പിക്കാൻ സൗജന്യമുണ്ടെന്ന് പറയണം. 5 കിലോ അരി സൗജന്യമെന്ന് പറയണം. എല്ലാം നിങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കണം. അല്ലാതെ എറിഞ്ഞിട്ട് ഓടിക്കളയരുത്. നിങ്ങൾ സംസാരിക്കണം. സംസാരിച്ചാൽ നിങ്ങൾ 2 തവണ ബൂത്തിലിറങ്ങിയാൽ തന്നെ UDF അനുകൂലമായി ട്രെൻഡ് ഉണ്ടാവും. നിങ്ങൾ ഇറങ്ങോ? ചെമ്മരുതിക്കാരിറങ്ങോ? നിങ്ങൾ ഒറ്റക്കെട്ടാവണം. ഞാൻ എന്നെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. ഇനി ഒരാളും അധികാരത്തിന്റെ അധിനിവേശ കൊടിയേറ്റത്തിന്റെ മുമ്പിൽ ഒരു UDF പ്രവർത്തകരെയും ലേലം വിളിക്കാൻ അനുവദിക്കില്ല. പോരാട്ടം നടത്തി ഞാൻ മുമ്പിൽ ഉണ്ടാകുമെന്ന് നിങ്ങളുടെ മുമ്പിൽ സത്യസാക്ഷ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം. നിങ്ങളാണ് സ്ഥാനാർത്ഥികൾ. ജയിച്ചാലും നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് എന്നെ സാറേ എന്ന് വിളിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് എന്നെ വല്ലാത്ത ബഹുമാനം കാണിക്കേണ്ടി വരില്ല. നിങ്ങൾക്കിടയിൽ ഞാൻ ജീവിക്കും. നിങ്ങൾക്കിടയിൽ പാവപ്പെട്ടവരായി ഞാൻ ജീവിക്കും. നിങ്ങൾ ഉണ്ടാവും എന്റെ കൂടെ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഏറ്റെടുക്കോ? ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എന്നെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. എന്നെ നിങ്ങൾ ജയിപ്പിച്ചു തരണം. കാരണം കോടീശ്വരന്മാരുടെ മുമ്പിൽ പാവങ്ങളുടെ വിജയമായിരിക്കും വർക്കലിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനുണ്ടാവും. നാളുകളിൽ ശബരിമലയിലേക്ക് ആളുകേറ്റാൻ വന്നാൽ ആദ്യം പിറകി നിൽക്കും. മുമ്പിലിറങ്ങി നിൽക്കുന്ന കോൺഗ്രസുകാരൻ BRM ഷഫീറായിരിക്കും. ചാനൽ ചർച്ചകളിൽ
ഇതിഹാസങ്ങളെ കുറിച്ച്, ഉപനിഷത്തുകളെ കുറിച്ച്, വേദങ്ങളെ കുറിച്ച്, മന്ത്രങ്ങളെ കുറിച്ച്, ഉപനിഷത്തുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പറയാനൊരു മടിയില്ല. പഠിച്ചു 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 പറഞ്ഞുകൊണ്ടേയിരിക്കും. നോ കോംപ്രമൈസ് ആയി പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ നിലപാടിന്റെ പ്രശ്നമാണ്. മരിക്കുന്നതുവരെയും ഇത് തന്നെയാണ് നിലപാട്. നിങ്ങൾ ഉണ്ടാകണം. ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എന്നെ നിങ്ങൾക്ക് വിടുന്നു. സഹായിക്കണം. അമ്മമാരെ, ഉമ്മമാരെ, നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് പേര് സ്നേഹിക്കുന്നത് കാണുമ്പോ, ഒത്തിരി പേര് ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ മനസ്സിനകത്ത് വല്ലാത്ത കടലിളക്കമാണ്. നിങ്ങൾ ചേർത്ത് പിടിക്കുമ്പോ ഒരു വൈദ്യുത കാന്തിക തരംഗം പോലെ ഹൃദയത്തിനകത്ത് നിന്ന് വല്ലാത്തൊരു സ്നേഹം കൊണ്ടുള്ള ഒരു വിതുമ്പലുണ്ടാവുകയാണ്. ഞാൻ ഉണ്ടാവും. ഞാൻ നിങ്ങളെ സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അവിടെ ഇടവേല കൺവെൻഷൻ അല്ലേണ്ടപ്പോഴും അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് എങ്ങനെയുണ്ട്? സെബാസ്റ്റ്യൻ സാർ ചോദിച്ചെന്ന് പറയണേ. രാഴ്ചയായിട്ട് ഇറങ്ങിയതൊക്കെ ജയിക്കുന്ന എല്ലാവരും പറഞ്ഞു. സംസാരിക്കണം. ഞാൻ അങ്ങോട്ട് പറ്റോട്ടെ? പോട്ടെ.